ഹലോ നമസ്കാരം. വെൽക്കം ടു സിവിക്കാച്ചു. 2 ദിവസം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഹാപ്പി ന്യൂ ഇയർ. ഒരു നല്ല കാലണ്ടർ ഇയർ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ നമ്മളൊരു പുതിയ സീരീസ് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്സും അറിയാമല്ലോ. ഹ്യൂമാനിറ്റിയെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ഇന്ന് മുതലുള്ള മ്യൂസിക് സീരീസാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല. നമുക്കറിയാമല്ലോ, സംഗീതത്തിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും അല്ലേ. ഇപ്പോൾ ലോകത്തിൽ ഇന്നിപ്പോൾ സംഗീതം എന്ന് പറയുന്നത് വെറും റാപ്പും റോക്കിലൂടെ മാത്രം പോവുകയാണ്. പക്ഷെ റാപ്പും റോക്കിൽ പോലും ആ ലിറിക്സിൽ ഒത്തിരി മീനിങ്സ് ഉണ്ട് അല്ലേ. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ വേടം പോലുള്ള മ്യൂസീഷ്യൻസൊക്കെ ഫേമസ് ആവുന്നു. നമ്മൾ സംഗീതം ഉണ്ടായ കാലം തൊട്ട് അല്ലെങ്കിൽ നമുക്കറിയുന്ന മലയാളം സംഗീതത്തിലെല്ലാം ഓരോ മൂവീസിലും ഓരോ സോങ്സിനും ലിറിക്സിനും ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഈ മ്യൂസിക് സീരീസ് എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡ് 1 ആണ്. എപ്പിസോഡ് 1ൻ്റെ അകത്ത് തന്നെ ഒത്തിരിയും സോങ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഫുൾ പ്ലാൻഡല്ല, പതുക്കെ നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാം. അപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പാട്ട്, ആ പാട്ടിൻ്റെ ലിറിക്സ് അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഉൾക്കൊള്ളുന്ന മ്യൂസിക്, ഇത് ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്ന് എന്താണ് നമ്മുടെ ഹ്യൂമാനിറ്റിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു മെസ്സേജ് അന്ന് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇന്ന് ഉദ്ദേശിക്കുന്നത്, അതിലൂടെ നമുക്ക് ആ മെസ്സേജും കൺവേ ചെയ്യാം, മ്യൂസിക്കും കൺവേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ AR റഹ്മാൻ്റെ ഒരു മ്യൂസിക്കിലൂടെ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആ പാട്ട് ഞാൻ പാടുമ്പോൾ ചിലർക്ക് അറിയായിരിക്കും, ചിലപ്പോൾ ഇപ്പോഴത്തെ ഒത്തിരിയും കൊച്ചു കുട്ടികളാണെങ്കിൽ അറിയാൻ ചാൻസ് കുറവാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ചിത്ര ചേച്ചി പാടിയ സോങ് ആണ്. മൂവി ഗുരു. മലയാളം ഗുരു അല്ല, ഹിന്ദി ഗുരു. ജഗേ ഹൈ ദേർ തക് ഹമേं कुछ देर सोने दो, थोड़ी सी रात और है, सुबह तो होने दो, आधे अधूरी ख्वाब जो पूरे न हो सके, एक बार फिर से नींद में वो ख्वाब बोल दो. ഇത് ഗുരു എന്ന മൂവിയിൽ, ഓക്കെ, ഗുരു എന്ന മൂവിനെ കുറിച്ച് പറയാം. ഗുരു എന്ന മൂവിയിൽ പറയുന്നത് ഫുള്ളി റിയൽ ലൈഫ് ബേസ്ഡ് അല്ല, ബട്ട് സ്റ്റിൽ ധിരുഭായ് അംബാനി ഉണ്ടല്ലോ, ലൈക്ക് റിലയൻസ് ഗ്രൂപ്പിന്റെ ഫൗണ്ടർ മുകേഷ് അംബാനിയുടെ ഫാദർ, പുള്ളിക്കാരൻ്റെ സ്റ്റോറിയെ ബേസ്ഡ് ചെയ്ത് മണിരത്നം ഡയറക്റ്റ് ആൻഡ് പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് അഭിഷേക് ബച്ചനും ഐശ്വര്യ റായും അഭിനയിച്ചതാണ്. അപ്പോൾ അതിനകത്ത് കാണിക്കുന്നത് ഓൾമോസ്റ്റ് പച്ചയായി തന്നെ കാണിക്കുന്നുണ്ട്. പുള്ളി അത്ര സ്ട്രൈറ്റ് ഫോർവേഡ് അല്ല, ബിസിനസ്സിൽ ഒത്തിരി കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ട്, ഗവൺമെന്റിനെ വെട്ടിക്കുന്നുണ്ട്, ടാക്സ് ഇവേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പോയിന്റിൽ അപ്പോഴത്തെ ഒരു ഗവൺമെന്റ് പുള്ളിക്ക് എതിരാവുമ്പോൾ പുള്ളിയുടെ സ്ഥാപനങ്ങളെല്ലാം പൂട്ടേണ്ടി വരും ടെമ്പററി. അതിനിടയ്ക്ക് പുള്ളിക്ക് ഇതിന്റെ ഷോക്കിൽ ഒരു സ്ട്രോക്ക് വരും. അങ്ങനെ പുള്ളി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പുള്ളിയുടെ 2 കുട്ടികൾ, അതിൽ ട്വിൻസ് ആയിട്ടാണ് കാണിക്കുന്നത്, പെൺകുട്ടികളായിട്ടാണ്. അല്ലാതെ മുകേഷ് അംബാനിയും അനിൽ അംബാനിയും പോലെയല്ല. ഓക്കെ, 2 പെൺകുട്ടികളാണ്. അവര് പുള്ളിയെ കെട്ടിപ്പിടിച്ചിരുന്ന് പാടുന്നതായിട്ടാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് പറയുന്ന ഈ ലിറിക്സിന്റെ മീനിങ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ആ സിനിമയിലും കാണിക്കുന്നതാണ്. മാക്സിമം ഡ്രീം ചെയ്യുക. ഇപ്പൊ പുള്ളി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് പറയുന്നത്, ഞാനൊന്ന് ഉറങ്ങട്ടെ, കുറച്ചു നേരം കൂടി ഉറങ്ങട്ടെ, പകലെത്താൻ കുറച്ചു നേരം ഉണ്ടല്ലോ, കാരണം ഞാൻ കണ്ട സ്വപ്നം വീണ്ടും കണ്ടു തീർക്കണം, അത്രേ ഉള്ളൂ. ശരിക്കും ഇന്നിപ്പോ ബിസിനസ്സുകാരെന്ന് പറയുന്നത് അറിയാലോ. ഇപ്പോൾ യൂസഫ് അലി ആയാലും രവി പിള്ളൈ സാറായാലും ആരായാലും വലിയ വലിയ ടീംസ് ഉണ്ട്, അദാനി അംബാനിയൊക്കെ ഉണ്ട്. ബിസിനസ് ചെയ്യുമ്പോൾ എല്ലാവരും മണി ഓഫ് എല്ലാവർക്കും സ്വന്തമായിട്ടുണ്ടാകും. അത് എലോൺ മസ്ക് ആയാലും
മാർക്ക് സക്കർബർഗ് ആയാലും ബിൽ ഗേറ്റ്സ് ആയാലും എല്ലാവർക്കും ഫൗണ്ടേഷൻസ് ഉണ്ട്, ചാരിറ്റി ബേസ് തിങ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ പക്ഷെ എന്തിന് ബിസിനസ് ചെയ്യണം? നമുക്കൊരു ഡ്രീം ഉണ്ടാവും. അപ്പോൾ ആ സിനിമയിൽ കാണിക്കുന്നത് പുള്ളിക്ക് മാത്രമായിട്ടല്ല, പുള്ളിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഉൾപ്പെടെ എല്ലാവർക്കും പുള്ളി ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് കിട്ടും. കാരണം പബ്ലിക് ലിമിറ്റഡ് കമ്പനി, അതിനു വേണ്ടിയാണ് പുള്ളി ബിസിനസ് ചെയ്യുന്നതെന്നാണ്. ഒരു പേർപ്പസ് ആണ്. ഇന്നത്തെ ബിസിനസ്സുകാർക്ക് പേർപ്പസ് ഉണ്ടോ? ബിഗ് ക്വസ്റ്റ്യൻ വിത്തൗട്ട് ആൻ ആൻസർ. കാരണം യൂസഫ് അലി സാറിന് ഉൾപ്പെടെ പുള്ളി ബിസിനസ് ചെയ്യുന്ന പുള്ളിക്ക് വേണ്ടി തന്നെയാണ്. പുള്ളി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മാത്രമല്ല, ഒരു പേർപ്പസ് ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്നത് നമ്മളുടെ കയ്യിൽ ഒരു സെറ്റ് പൈസ തരുന്നു, കിട്ടുന്നു. നമ്മുടെ കഴിവുകൊണ്ട് മാത്രമല്ല, കമ്പനിയുടെ ഫുൾ ഗുണം കൊണ്ട് ഉണ്ടാകുന്നത് അല്ലേ? ആ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഒരുപോലെ ഈ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ വി ആർ ലൈക്ക് എ ലീഡർ. അപ്പോൾ ഒരു ബിസിനസ് ലീഡർ എന്ന് പറയുമ്പോൾ മാക്സിമം പുള്ളി തന്നെ എടുക്കുക, പക്ഷേ മാക്സിമം അതോടൊപ്പം പുള്ളി ഷെയർ ചെയ്യാൻ പഠിക്കണം. അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ജോലിയിലൂടെ ആയാലും ശരി, ജോലികൾ കൊടുക്കുക, ഇല്ലെങ്കിൽ റിസോഴ്സസ് ഷെയർ ചെയ്യുക, പൈസ ഷെയർ ചെയ്ത് ഡൊണേഷൻ ആയിട്ട് കൊടുക്കുക. പാവപ്പെട്ടവനെ സഹായിക്കുന്നു എന്നുള്ള മോഡലല്ല, കിട്ടുന്ന പൈസ നമ്മൾ കൊടുക്കാം. അത് പുള്ളി യൂസഫലി പുള്ളി അപ് ടു എ ലിമിറ്റ് അത് പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എല്ലാവരും ചെയ്യേണ്ടതാണ്. അതൊരു നോമാണ്. ഓക്കെ, അതായത് ഞാൻ ഈ പാട്ടിലൂടെ പറയാമെന്ന് വിചാരിച്ചത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഗുരു മൂവി പോയി കാണണം. പോയല്ല, ലൈക്ക് ഓൺലൈനിൽ പോയി കാണും. ഫാന്റാസ്റ്റിക് മൂവി. അത് ഡിറ്റോ ജെറുബായ് അംബാനി ഒന്നും അല്ല കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ അത് തന്നെയാണ്. പുള്ളി അത്രയും നിയമത്തിനെ വെട്ടിച്ച് ബിസിനസ് ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷെ ചെയ്തതിന് ഒരു നല്ല കോഴ്സ് ഉണ്ടെന്ന് അതിൽ കാണിക്കുന്നു. ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ നോർത്തിൽ പോയി, ഗുജറാത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ റിലയൻസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒത്തിരി നല്ല കാര്യങ്ങളാണ്.